ചെറിയ പ്രായം മുതലേ മത്സരിച്ച് വരുന്നതുകൊണ്ടായിരിക്കും വിവാഹത്തിന് ശേഷവും ഭാര്യയും ഭർത്താവും ഒക്കെ മത്സരത്തിൽ തന്നെയാണ്. പലപ്പോഴും പരസ്പരം മത്സരിക്കേണ്ട ഒരിടമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. തെറ്റ് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ആരാണ് ശരിയെന്ന് കണ്ടുപിടിക്കാനും പരസ്പരം പഴിചാരാനും ഒന്നുമുള്ള ഇടമല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് പ്രയാസങ്ങളുണ്ടാവും, വീഴ്ചകളുണ്ടാവും. ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാം, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നമാണ് നമ്മുടെ എതിരെ നിൽക്കേണ്ടത്. ഒരുമിച്ച് നിന്നാണ് അതിനെ പരിഹരിക്കേണ്ടത്. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാലും സാമ്പത്തികമായ കാര്യത്തിലായാലും തൊഴിൽപരമായ കാര്യത്തിലായാലും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുന്ന കുടുംബങ്ങളാണ് മനോഹരമായി തീരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു വൈകാരിക അനാഥത്വമാണ്. അതിൻ്റെ മൂല കാരണം മാതാപിതാക്കൾ തമ്മിൽ ഐക്യമില്ലാത്തതും സ്നേഹമില്ലാത്തതും അവർ തമ്മിലുള്ള വഴക്കുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും ഒക്കെയാണ്. ഒരു സ്വരത്തിൽ നിൽക്കാത്ത ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളിലേക്ക് നൽകുന്നത് എപ്പോഴും ഒരു അനിശ്ചിതത്വത്തിൻ്റെയും ഒരു അരക്ഷിതാവസ്ഥയുടെയും അനുഭവങ്ങളായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ കരകയറ്റാൻ കുറച്ചുകൂടെ പോസിറ്റീവായൊരു ജനറേഷൻ ഈ ലോകത്ത് രൂപപ്പെടാൻ കുടുംബജീവിതത്തിനുള്ളിലെ ഇടങ്ങളൊക്കെ കുറേ കൂടെ മനോഹരമാക്കാം. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളുടെ വിഷയങ്ങളുമായിട്ടൊക്കെ പല പേരൻസുമായിട്ട് സംസാരിക്കാം. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെയൊക്കെ പേരൻസ് വിവാഹ ജീവിതം കഴിഞ്ഞ് 2, 3, 4 വർഷമൊക്കെ ആകുമ്പോൾ തന്നെ അവരുടെ ഇടയിലൊരു വലിയ മരവിപ്പാണ്. യാതൊന്നും ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പലപ്പോഴും ഇത് സഹിച്ചും കുറേയൊക്കെ മിണ്ടാതിരുന്നുമൊക്കെ അങ്ങ് കടന്നു പോവുകയാണ്. എവിടെയാണ് ഇതിനെ ഒന്ന് റിവൈവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ ഒന്ന് റിവേഴ്സ് ചെയ്യുന്നത്, എങ്ങനെ ഇതിനെ ഒന്ന് റീജുവനേറ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്ത ധാരാളം ചെറുപ്പക്കാരായ ദമ്പതികൾ. ഏറ്റവും പ്രധാനമായൊരു കാര്യം, ഇവരിൽ പലരും സോ കോൾഡ് ഹൈലി എഡ്യൂക്കേറ്റഡാണ്, നല്ല ജോലിയുള്ളവരാണ്, നല്ല വരുമാനമുള്ളവർ. പക്ഷേ ഒരു ഫാമിലി ലൈഫ് വർക്കാവുന്നില്ല, ഒരു കുടുംബജീവിതം വർക്കാവുന്നില്ല. അതിൻ്റെ പ്രയാസം ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുമാണ്. ഇത് ധാരാളമായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം ഈ വീഡിയോയിലൊന്ന് കരുതിയതാണ്. പ്രധാനമായും കാണുന്ന ഒരു കാര്യം, ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഇടയിൽ വലിയൊരു ഇഷ്യൂ ആണ്. ശരിയായ രീതിയിലുള്ളൊരു ആശയവിനിമയം ഭാര്യയും ഭർത്താവും തമ്മിലില്ല. ഒരുപക്ഷെ ഒരു കുടുംബജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിൻ്റെ ആദ്യം മുതലേ നമ്മൾ വളരെ ശ്രമപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത്. പരസ്പരം കേൾക്കാനും, ലിസണിങ് എന്ന് പറയുന്ന വലിയൊരു കമ്മ്യൂണിക്കേഷനാണ്. പരസ്പരം കേൾക്കാൻ, കാര്യങ്ങൾ, ആവശ്യങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യാൻ. ഇപ്പോൾ ചെറിയ ഒരു തുടക്കം മുതലേ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഫാമിലി ലൈഫിൻ്റെ ഒരു കപ്പിൾ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിന് പൊതുവെ കുറവായിരിക്കും. ഇപ്പോൾ കുറവായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ഇതൊരു എസെൻഷ്യൽ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഒരു ആശയവിനിമയം നടത്താനായിട്ടുള്ള അതിനുവേണ്ടി പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ വലിയൊരു എഫേർട്ട് ഇടണം. ആ എഫേർട്ട് കുറഞ്ഞു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഇൻറ്റിമസി കുറയുന്നു, പരസ്പരമുള്ള മനസ്സിലാക്കൽ കുറയുന്നു, തിരിച്ചറിയലുകൾ കുറയുന്നു. അത് ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും ഒക്കെ കാരണമാകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതിലൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നാമതൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പൊക്കെ എടുക്കുന്നത് ഒട്ടും മോശമായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ്, ഈ 2 ഇൻഡിവിജ്വൽസാണ് ഒരു മാരേജിലേക്ക് വരുന്നത്. ഈ 2 ഇൻഡിവിജ്വൽസും അവരുടേതായ ധാരാളം ഇഷ്ടങ്ങളും ഹോബീസുകളും ഇൻട്രസ്റ്റുകളും ഒക്കെ കാണും. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇത് 2 പാരലൽ ആയിട്ടങ്ങ് പോവാണ്. വൈഫിൻ്റേതായ കുറേ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നു, ഹസ്ബൻഡ് അങ്ങനെ പോകുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ഒരുപാട് നേരം ക്രിക്കറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുണ്ട്. അത് അങ്ങനെ ഇരുന്ന് അവരതിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
ആക്ച്വലി വീട്ടിൽ കൊടുക്കേണ്ട ഒരു ഫാമിലി ടൈമിലാണ് അവർ ജോലിയിലൊക്കെ പോയിട്ട് ആ വീട്ടിൽ വന്നുള്ള ഫാമിലി ടൈമിലാണ് ഈ ക്രിക്കറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഒരു ബാഡ് കമ്മ്യൂണിക്കേഷനാണ്. അത് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ മോശമാണ്. നേരെ മറിച്ച് അങ്ങനെ ക്രിക്കറ്റ് കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഇൻ്റർഫിയർ ചെയ്ത് കടന്നു ചെന്ന് അതിൽ കൂടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വൈഫിന് ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ ഭർത്താവ് തന്നെ കുറേ നേരം ക്രിക്കറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവളൊറ്റയ്ക്കാണ്, അവളെന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ അങ്ങോട്ട് പോവുകയും പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടേതായ വ്യക്തിപരമായ ഇഷ്ടങ്ങളും തള്ളിക്കൊണ്ട് പോകാതെ പങ്കാളിയുടെ ഇഷ്ടത്തിനിടയിലോട്ടൊക്കെ ഇടയ്ക്കൊന്ന് കയറി ചെല്ലാനും അതിനെപ്പറ്റി ചില വിശേഷങ്ങളൊക്കെ ചോദിക്കാനും അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് സംസാരത്തിനുള്ള വേദികൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കേണ്ട വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ മണിക്കൂറുകൾ ടെലിവിഷനും കണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. ഈ സീരിയലും മറ്റുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഭർത്താവ് വന്നോ, അയാൾ വെള്ളം എങ്കിലും കൊടുത്തോ, ഒന്നും അന്വേഷിക്കുന്നില്ല. എന്തെങ്കിലും ടെൻഷനുമായിട്ടാണോ വന്നിരിക്കുന്നത്. കുട്ടികൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ സീരിയലിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകൃഷ്ടരായിരിക്കുന്ന ഇതൊക്കെ ഒരു കുടുംബജീവിതത്തിൻ്റെ വലിയ ദാരിദ്ര്യങ്ങളാണ്, വലിയ പരാജയമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ കുടുംബ ബന്ധങ്ങളൊക്കെ പതുക്കെ ശിഥിലമാകുന്നത്. അപ്പം വീട്ടിൽ പിന്നെ പങ്കാളികളൊക്കെ വരുമ്പോൾ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാനും കുറച്ച് സമയമൊക്കെ അവർക്ക് വേണ്ടി കോമൺ ആയിട്ട് സ്പെൻഡ് ചെയ്യാനും ഞാൻ പലപ്പോഴും പേഴ്സണലി ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മൾ ദൂരെ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ വീട്ടിലുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആകുക, പ്രസൻ്റ് ആകുക, മൈൻഡ്ഫുള്ളായിട്ട് അവരോട് ഇടപെടുക. ഇത് വളരെയധികം ഗുണം ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും അവരവരുടേതായ വഴിക്ക് അങ്ങ് പോവുകയും ചെയ്യും. കുറച്ച് സമയമെങ്കിലും നമ്മൾ ഫുള്ളി പ്രസൻ്റായി ആ വീട്ടിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് വളരെ ഗുണം ചെയ്യും. മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ഏൺ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരാളെ ഏൺ ചെയ്യുന്നുള്ളൂ. സാമ്പത്തികമായ കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? പ്രത്യേകിച്ച് വലിയ സ്പെൻഡിങ്ങൊക്കെ ചർച്ച ചെയ്തിട്ടാണോ നടത്തുന്നത്? അതുപോലെ നമ്മളുടെ ഷോപ്പിങ്ങിനൊക്കെ എന്തും വേണ്ടി പണം നമുക്ക് അവൈലബിളാണ്. പലപ്പോഴും ചില വീടുകളിലൊക്കെ ആൾക്കാരിങ്ങനെ ഭർത്താക്കന്മാരൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പണം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭാര്യമാർക്ക് വലിയ പ്രശ്നങ്ങൾ അതുമായിട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ അതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവിടെ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ഇല്ല. അപ്പോൾ കണ്ടമാനം ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഷോപ്പ് ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള വീടുകളുണ്ട്. ചില വീട്ടിൽ അത് സ്ത്രീയായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എത്ര പണം നമുക്ക് ഷോപ്പിങ്ങിനായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാം, എത്ര പണം നമുക്ക് ജീവിത ചെലവിനായിട്ട് ഉപയോഗിക്കാം, എന്തും വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് സാമ്പത്തികമായി നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ. ഇതിലൊക്കെ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ്, രണ്ടുപേരും കൂടി ഇരുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മനസ്സിലാക്കി ഒരു സ്വരത്തോടെ ഇടപെടാൻ കഴിയുന്നത് ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷനാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം അവിടെ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ്. പല വീടുകളിലും അതില്ല. ചില വീടുകളിലൊക്കെ പുരുഷന്മാർ ഭയങ്കര അഗ്രസീവായിട്ട് അത്തരം കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കാനേ പാടില്ല എന്നുള്ള സ്റ്റാൻഡിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അത് ഈ ആധുനിക കാലത്തൊക്കെ അതൊക്കെ ഒരു വൈകല്യവും രോഗവുമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ വരുമാനത്തിന് അതീതമായി സ്പെൻഡ് ചെയ്ത് ജീവിക്കുക, എന്നിട്ട് ലോകം മുഴുവൻ കടവാക്കുക, എല്ലാം കഴിയുമ്പോൾ തൂങ്ങിച്ചാവുക, ഇങ്ങനെയൊക്കെയുള്ള വൈകല്യം നിറഞ്ഞ ധാരാളം മനുഷ്യരിന്ന് സമൂഹത്തിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് കുടുംബജീവിതങ്ങൾ പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും ടി വിയും ഒക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയം. സോഷ്യൽ മീഡിയയൊക്കെ വന്നതോടുകൂടി പേഴ്സണൽ ആയിട്ടുള്ള ഒരിടങ്ങളാണ് അവിടെയൊക്കെ കുടുംബത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം, എന്തെല്ലാം ഷെയർ ചെയ്തുകൂടാ, എത്ര സമയം നമുക്ക് അതിനകത്തൊക്കെ ഇരിക്കാം. ഇതൊക്കെ ഒരു വീടിൻ്റെ കോമൺ ആയിട്ടുള്ള താല്പര്യങ്ങളെയും കൂടെ ഒക്കെ കണക്കിലെടുത്തിട്ട് വേണം. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ചിലരിങ്ങനെ സോഷ്യൽ മീഡിയയിലിരിക്കുന്നു. ഇപ്പോൾ ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്ന്, ഇന്ന് തന്നെ എന്നോടൊരാൾ പറഞ്ഞതേ ഉള്ളൂ, ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ചായയും കുടിച്ചുകൊണ്ട് അവിടെ അങ്ങ് ഇരിക്കും, പിന്നെ കിടക്കാൻ നേരമാണ് എഴുന്നേൽക്കുന്നത്. അതൊക്കെ ആ വീട്ടിലെ പിന്നെ പങ്കാളിക്കുണ്ടാക്കുന്ന ഒരു വിഷമമൊക്കെ വളരെ വലുതായിരിക്കും. അവരാഹാരം ഉണ്ടാക്കുന്നു, അത് കഴിഞ്ഞ് പാത്രം കഴുകുന്നു, അതെല്ലാം കഴിഞ്ഞ് അവിടെ എല്ലാം വൃത്തിയാക്കുന്നു. ഈ സമയത്തെല്ലാം തോണ്ടിക്കൊണ്ടൊരുത്തൻ ഫ്രണ്ടിലിരിക്കുകയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അതൊരു വാല്യൂസ് ഇല്ലാത്തതിൻ്റെ ഒരു കാര്യമാണ്, ഒരു കൾച്ചർ ഇല്ലാത്തതിൻ്റെ കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ നമുക്ക് നല്ലതാണ്. അതൊക്കെ എവിടെ വരെ, എത്ര വരെ,
അതുപോലെ അതിനകത്തൊക്കെ എന്തെല്ലാം ഷെയർ ചെയ്യുക, എന്തെല്ലാം ഷെയർ ചെയ്യരുത്, ഈ കാര്യത്തിലൊക്കെ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും കരുതലും ചേർത്ത് പിടിക്കലും ഒക്കെ എല്ലാവർക്കും ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കുടുംബജീവിതം വളരെ മനോഹരമാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഏതാണ്ടൊരു ബെഡ് ഓഫ് റോസസ് ആണെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. പക്ഷേ അതിനുവേണ്ടി നമ്മൾ പരസ്പരം കൊടുക്കുന്ന സാക്രിഫൈസുകളും പരസ്പരം കൊടുക്കുന്ന സമയങ്ങളും പരസ്പരം കൊടുക്കുന്ന മനസ്സിലാക്കലുകളും വിട്ടുവീഴ്ചകളുമൊക്കെ നമുക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റാണ്. കാരണം അതിലൂടെ നമ്മളൊരു നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പാനിയൻഷിപ്പ് നമുക്ക് ചുറ്റും രൂപപ്പെടുത്തിയെടുക്കുകയാണ്. ഇതൊക്കെ കണ്ടാണ് കുട്ടികളും വളരുന്നത്. ഈ വാല്യൂസും ഈ കൾച്ചറും ഒക്കെ തന്നെയാണ് കുട്ടികൾ ഇംബൈബ് ചെയ്യുന്നത്. അവരും അതൊക്കെ തന്നെയാണ് നാളെ ജീവിക്കാൻ പോകുന്നത്. അച്ഛനെയും അമ്മയും കണ്ട് ആരോഗ്യകരമായൊരു കുടുംബജീവിതം നയിക്കുന്ന അച്ഛനെയും അമ്മയൊക്കെ കണ്ട് വളരുന്ന കുട്ടികൾക്ക് അവർക്ക് വിവാഹം കഴിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെയുള്ള ആഗ്രഹവും ഉണ്ടാവും. അതും വളരെ പ്രധാനമാണ്. കുടുംബജീവിതത്തിൽ വിജയിക്കാനുള്ള എലിമെൻസൊക്കെ അവർ പഠിക്കുന്നതും ഇതുപോലുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഹസ്ബൻഡിനെയും വൈഫിനെയും കണ്ടിട്ടാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് മോഡൽ ചെയ്യുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അതുപോലെ വളരെ പ്രധാനമാണ് വിവാഹ ജീവിതത്തിലെ ഇൻറ്റിമസി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. പല വിവാഹങ്ങളിലും ഇന്ന് ഒരു വർഷം ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഇൻറ്റിമസി എല്ലാം പോയി, പിന്നെ യാതൊന്നുമില്ല, ഒരുമിച്ചിരിക്കാറില്ല, ഒന്ന് കെട്ടിപ്പിടിക്കത്തില്ല, ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ വരുമ്പോഴാണ് വേറെ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും കരുതാനും ഒരുമിച്ച് നിൽക്കാനും ഒക്കെയുള്ള കാരണങ്ങൾ എപ്പോഴും രണ്ടുപേരും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. അതിന് പരസ്പരം പങ്കാളികളുടെ ഇഷ്ടം മനസ്സിലാക്കാനും അവരുടെ താല്പര്യങ്ങളൂടെ മനസ്സിലാക്കാനും അവരുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരുടെ അനിഷ്ടങ്ങളൊക്കെ തിരിച്ചറിയാനും ഒക്കെ നമ്മൾ പരസ്പരം ശ്രമിക്കുകയും കൂടുതൽ ഇൻറ്റിമേറ്റായിട്ട് നിലനിർത്താനായിട്ട് ആ ബന്ധം നിലനിർത്താനായിട്ട് പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇതൊരു കുടുംബജീവിതത്തിലെ ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ പ്രാധാന്യം കുറയുമ്പോൾ വഴിവിട്ട കാര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകൾ കൂടും. അങ്ങനെ സാധ്യതകൾ കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറേ കൂടെ ഡീപ്പാക്കാനും കുറേ കൂടെ പരസ്പരം സമയം കണ്ടെത്താനും കൂടുതൽ സമയം ഒരുമിച്ച് ചിലവഴിക്കാനും കൂടുതൽ പങ്കാളിയുടെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ കുറേ കൂടി റിവൈവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം തെറ്റുകളൊക്കെ എല്ലാ കുടുംബ ജീവിതത്തിലും ഉണ്ടാവാം, പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാകും. പക്ഷെ പ്രശ്നങ്ങളും തെറ്റുകളോ കുഴപ്പങ്ങളോ വീഴ്ചകളോ ഉണ്ടാകുമ്പോൾ അതിനെ മേളിൽ കയറിയിരിക്കാതെ അതിനെ ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അത് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ മൂന്നാമതൊരാളുടെ ഹെൽപ്പ് എടുക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പല കുടുംബജീവിതങ്ങളും മോശപ്പെട്ടു പോകുന്നത്. ഇതിൻ്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കുന്നത് ഇതൊന്നും അറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. വേറൊരു വലിയ പ്രശ്നമാണ് പൊസസീവ്നെസ്സും ജലസിയും. മാനസിക ആരോഗ്യം കുറഞ്ഞ വ്യക്തികളിൽ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് അമിതമായ പൊസസീവ്നെസ്. ഭാര്യ ആരെയും നോക്കാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, ഭർത്താവ് ആരെയും നോക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആരും അറിയാതെ പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക, ഫോൺ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ ഒരു പൊസസീവ്നെസ്സിൻ്റെയും ജലസിയുടെയും ഒക്കെ പ്രശ്നമാണ്. നമ്മൾ വിളിച്ചാൽ ഉടനെ ഫോൺ എടുത്തില്ലെങ്കിൽ ആരോടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുക. ഭാര്യ അറിയാതെ വീട്ടിൽ ക്യാമറ വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ വൈകല്യങ്ങളുള്ള മനുഷ്യരുണ്ട്. അതൊക്കെ മാനസിക രോഗമാണ്, ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനെയൊന്നും നമുക്ക് ആരോഗ്യപരമായി നമുക്ക് എടുക്കാനേ സാധിക്കില്ല. പക്ഷേ ഒരു വെറും ലൈറ്റർ ലെവലിൽ തന്നെ പലരിലും ആ പൊസസീവ്നെസ്സും ജലസിയൊക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഒരു നോർമൽ ലെവൽ വരെയൊക്കെ സ്വാഭാവികമാണ്. ഒരു അബ്നോർമൽ ലെവലിലേക്ക് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മാനസികാരോഗ്യത്തിൻ്റെ കുറവാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ചുകൂടെ ഒരു ലോക വീക്ഷണമൊക്കെ ഉണ്ടാവാനും കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കാനും. ഒരു മനുഷ്യൻ ഒരാളെ മാത്രം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അവർക്കൊരു വൈഡർ വേൾഡിൽ ഇടപെടണം. ഇപ്പോൾ ഭാര്യ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് അവരുടേതായ കൊളീഗ്സ്, അവരുടേതായ ഒരു ലോകമൊക്കെ കാണും. ഭർത്താവ് ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു ലോകം, അവരുടേതായ ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും കൂട്ടങ്ങളും സൗഹൃദങ്ങളും ഒക്കെ കാണും. അതും കൂടെയൊക്കെ ചേർന്നതാണ് കുടുംബജീവിതം. അതൊക്കെ ഓണർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണത്. അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് അതിനാവശ്യം. നമ്മുടെ പേഴ്സണാലിറ്റിയെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും റിവൈവ് ചെയ്യാനും കുറേ കൂടി എൻറിച്ച് ചെയ്യാനും പവർഫുള്ളാക്കാനും ഒക്കെ ശ്രമിച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള ചീപ്പായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. അതുപോലെ വളരെ പ്രധാനമായിട്ടൊരു കാര്യമാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ഉള്ള
ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ് എന്നും ഒരു രണ്ട് വ്യക്തികൾക്കുള്ളതെന്ന് അന്ധമായി വിശ്വസിക്കുക ഒരിക്കലും പാടില്ല. ഇവിടെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വിവാഹ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒക്കെ ആദ്യകാലത്ത് ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അവർക്ക് ഓരോ കാലഘട്ടത്തിലും ചിന്തകളുണ്ടാകുകയും ആവശ്യങ്ങളുണ്ടാകുകയും കാഴ്ചപ്പാടുണ്ടാകുകയും വളരുകയും ഒക്കെ ചെയ്യും. ഞാനാണെങ്കിൽ വിവാഹം കഴിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ജോലി രാജിവെച്ച് ഇതുപോലുള്ളൊരു സമൂഹത്തിലെ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കും. ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ആശയങ്ങൾ മാറും, നമ്മുടെ താല്പര്യങ്ങൾ മാറും, നമ്മുടെ നിലപാടുകൾ മാറും. കാരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരസ്പരം വളരാനും ഉയരാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ എന്നും ഒരുപോലെ അല്ല ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വളർച്ചയെ അംഗീകരിക്കാനും ഈ വളർച്ചയെ ചേർത്ത് പിടിക്കാനും ഒക്കെ നമുക്ക് കഴിയണം. ഇപ്പോൾ സിനിമാ നടനായിരുന്ന ഒരാൾ പെട്ടെന്ന് ഇലക്ഷനിൽ മത്സരിക്കുകയാണ്. നാളെ ചിലപ്പോൾ ജയിച്ചാൽ അദ്ദേഹം MLA ആയെന്നിരിക്കും. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യയായിട്ടായിരിക്കും മാറേണ്ടി വരിക. അപ്പോൾ സിനിമാ നടിയായ ഒരു സ്ത്രീ ആയിരിക്കും ചിലപ്പോൾ നാളെ ഒരു രാഷ്ട്രീയ കാര്യമായി മാറേണ്ടി വന്നിരിക്കും. അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അവരുടെ ആഗ്രഹങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ, കാഴ്ചപ്പാടുകളിലൊക്കെ ഉണ്ടാവും. അവരുടെ തൊഴിൽ മേഖലയിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്നിരിക്കും. ഇന്നലെ വരെ ഒരു കുടുംബിനിയായിട്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആ വളർച്ചയും ആ ഉയർച്ചയൊക്കെ അംഗീകരിക്കാൻ കഴിയണം. പലപ്പോഴും സ്ത്രീകൾ ഇതൊക്കെ ഒരു പരിധി വരെയൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും അങ്ങ് ഒതുങ്ങിയൊക്കെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുമെങ്കിലും പുരുഷന്മാർ പലപ്പോഴും സ്ത്രീകളുടെ വളർച്ചയെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കരുതാനും ചേർത്ത് പിടിക്കാനും വലിയ മടി കാണിക്കുന്നുണ്ട് പല കേസുകളിൽ. അത് പുരുഷൻ വളരാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെയൊക്കെ ഒന്ന് വളരാൻ ശ്രമിച്ചാൽ കുടുംബജീവിതമൊക്കെ വളരെ മനോഹരമാകും. അതുപോലെ വളരെ പ്രധാനമായൊരു കാര്യമാണ് ഈ പേരൻറ്റിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായ ഭിന്നതകൾ. കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പേരൻറ്റിങ്ങിനെ പറ്റിയൊക്കെ വളരെയധികം കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കാണും. പക്ഷെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കനുസരിച്ച് നമ്മുടെ പേരൻറ്റിങ്ങൊക്കെ രൂപപ്പെടണം. അവിടെ പിടിവാശികൾക്കൊന്നും കാര്യമില്ല. ഒരു കുട്ടിക്കനുസരിച്ചാണ് പേരൻറ്റിങ് രൂപപ്പെടേണ്ടത്. അപ്പോൾ ആ കുട്ടിക്കനുസരിച്ച് എന്തൊക്കെയാണ് നമ്മളുടെ പേരൻറ്റിങ്ങിൽ ഉണ്ടാവേണ്ട വ്യത്യാസങ്ങൾ, അതനുസരിച്ച് നമ്മൾ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റാണ് ലക്ഷ്യമെങ്കിൽ ഇവിടെ നമുക്കൊരു അഭിപ്രായ ഐക്യത്തിലേക്ക് വരാനൊന്നും ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് എൻ്റെ പേരൻറ്റിങ് ഇങ്ങനെയാണ്, ഇതിങ്ങനെ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു വൈകല്യമാണ്. അപ്പോൾ കുട്ടിക്കനുസരിച്ച് പേരൻറ്റിങ്ങിൽ മാറ്റങ്ങളുണ്ടാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പേരൻറ്റിങ് ഉണ്ടാകണം. കുട്ടിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ വളർച്ചാ ആവശ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അനുസരിച്ച് അതൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പേരൻറ്റിങ്ങാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഞാനിങ്ങനത്തെ പേരൻ്റാണ്, അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ്, നിങ്ങളെല്ലാവരും സഹിച്ചോണം എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. പലപ്പോഴും അമിതമായ പ്രഷറൊക്കെ കുട്ടിയിലേക്ക് ചെലുത്തുന്ന പേരൻ്റുണ്ട്. പങ്കാളിക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അവരത് തുറന്ന് പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ശരി ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ആരാണ് എന്നുള്ള മത്സരമല്ല ഇവിടെ ആവശ്യം. എനിക്കത് കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം, പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിലാരാണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ ഉള്ള അതൊരു വൈകല്യമാണ്. എന്താണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ ആണ് ശ്രമിക്കേണ്ടത്. പങ്കാളികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരവരുടെ പ്രശ്നത്തിനെയാണ് എതിർക്കേണ്ടത്. പങ്കാളികൾ തമ്മിൽ എതിർക്കുക എന്ന് പറയുന്ന ഒരു വൈകല്യമാണ്. പങ്കാളികൾ അവരുടെ പ്രശ്നത്തെ എതിർക്കുക, അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നേരിടുക, ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ പേരൻറ്റിങ് ഇഷ്യൂ വരുമ്പോൾ ആ കുഞ്ഞിനെ ഏറ്റവും നല്ലതും മറ്റും എന്താണ്, അവിടെയാണ് ഒരു കപ്പിൾ ഗൈഡൻസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പേരൻറ്റിങ് ഗൈഡൻസ് എടുക്കുക. ഒരുപാട് പേര്, ഇപ്പം ഞാൻ ഒരുപാട് പേരൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്, സാറേ ആ ഒരു സെഷൻ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി, ഒരുപാട് കാര്യത്തിൽ ഞങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറി, ഒരുപാട് കാര്യത്തിൽ ഞങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായി. എന്തുകൊണ്ടാണ് അവർ മൂന്നാമതൊരാളുടെ ഹെൽപ്പ്? കാരണം അവർക്ക് തമ്മിൽ അത് പരിഹരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റായിട്ട് എടുക്കേണ്ട ഒരു സ്റ്റാൻഡെന്ന് അവർക്ക് മനസ്സിലായില്ല. പക്ഷേ ആ ഒരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചറിയുക, അതിനെ ആ രീതി അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനോ അവർ തയ്യാറായി. ഇതാണ് പോസിറ്റീവായിട്ടുള്ള മനുഷ്യർ. ഒരു ഡെവലപ്മെൻ്റൽ ആറ്റിറ്റ്യൂഡാണ്, ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡുള്ള ഫാമിലിയാണ്. അതാണ് നമുക്ക് ആവശ്യവും. അപ്പോൾ പരസ്പരം കലഹിക്കാനല്ല ശ്രമിക്കേണ്ടത്, ശരി എവിടെയാണെന്ന് കണ്ടെത്താനും അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എവിടെ ആണെന്ന് കണ്ടെത്താനും ഒരുമിച്ച് പ്രവർത്തിക്കലാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ആവശ്യം. അതുപോലെ പലപ്പോഴും വരുന്ന ഒരു കുഴപ്പമാണ് ഈ കുടുംബജീവിതത്തിലെ ബോർഡം. കുടുംബജീവിതം കുറേ കാലം അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും ഒക്കെ വളരെ ബോർഡാകുന്നു, വളരെ ടയേർഡാകുന്നു, വളരെ
ഒരു എനർജിയോ എന്തൂസിയാസമോ ഇൻട്രസ്റ്റോ ഒന്നും ഇല്ലാത്തവരായി മാറുന്നു. ഇത് പലപ്പോഴും ശാരീരികമായ ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളാവാം, മാനസികമായ പ്രശ്നങ്ങളാകാം, വൈകാരികമായ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാകാം. അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആരോഗ്യത്തെയൊക്കെ സംരക്ഷിക്കുകയും കുറച്ചുകൂടെ നമ്മളുടെ ഹോബീസും ഇൻട്രസ്റ്റുകളൊക്കെ വളർത്തുകയും കുറച്ചുകൂടെ ജീവിതത്തെ കുറച്ചുകൂടെ ഒന്ന് താല്പര്യത്തോടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയും കുറച്ചുകൂടെ സാമൂഹികപരമായും ഫ്രണ്ട്ഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ പ്രസന്നതയുള്ളതാക്കി നിർത്താനായിട്ട് ശ്രമിക്കണം. കാരണം ആ പ്രസന്നമായ എനർജറ്റിക് ആയിട്ടുള്ള ഒരവസ്ഥയിലാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ഒരു താളം നിലനിൽക്കുകയുള്ളൂ. ഇപ്പോൾ പങ്കാളികൾ പരസ്പരം എന്തെങ്കിലുമൊക്കെ പുതുമകൾ സൃഷ്ടിക്കുകയും റീഇൻവെൻറ്റ് ചെയ്യുകയും റീക്രിയേറ്റ് ചെയ്യുകയും റീജുവനേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ചുമ്മാ വന്ന് കിടക്കാനുള്ളൊരു സ്ഥലമല്ല കുടുംബം എന്ന് പറയുന്നത്. ഒരു കുട്ടി പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, എന്തിനാണ് അച്ഛൻ വൈകിട്ട് വരുന്നതെന്ന് തന്നെ അറിയില്ല, ചുമ്മാ വരിക, കിടക്കുക, രാവിലെ എഴുന്നേറ്റ് പോവുക, ഇതിലും നല്ലത് അങ്ങേരെ അവിടെ തന്നെ ഇരുന്നാൽ പോരെ എന്നൊരു കുട്ടി പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ശരിയാണ്. കാരണം വെറുതെ ഇങ്ങനെ വരുന്നു, കിടക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. ലോഡ്ജ് പോലെയാണ് പല വീടുകളും. ഒരു ജീവിതമൊന്നും അവിടെയില്ല. എന്താണ് കുടുംബം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഭവനം എന്നൊക്കെ പറയുന്നത്, നമ്മളെല്ലാവരും കൂടെ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെ ഒരു റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടും റീജുവനേറ്റ് ചെയ്തുകൊണ്ടും ഒക്കെ ഇരുന്നാൽ മാത്രമേ കുടുംബജീവിതത്തിൻ്റെ ഒരു താളമൊക്കെ നിലനിർത്താനായിട്ട് പറ്റും. എനിക്കൊന്ന് അതിനൊക്കെ പറ്റിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം. കുറേ കൂടെ കൂടുതൽ കൂട്ടായ്മകളും പഠനങ്ങളും ചിന്തകളും ചർച്ചകളും ഒക്കെ ഈ കാര്യത്തിലൊക്കെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കരുത്. അതുപോലെ ഹൈജീൻ വളരെ ഒരു വലിയ വിഷയമാണ്. ആധുനിക കാലത്ത് നമ്മളിങ്ങനെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, മാനേഴ്സ്, എറ്റിക്വേറ്റ്സ്, കൾച്ചർ, വാല്യൂസ്, ഇതൊക്കെയാണ് പലപ്പോഴും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയന് കാരണമാകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്താണ് ശരി, എന്താണ് കൂടുതൽ ബെറ്റർ. ചിലരൊക്കെ ഇങ്ങനെ ടി വിയും കണ്ടുകൊണ്ട് ഡൈനിങ് റൂമിലൊക്കെ ഇരുന്ന് ആഹാരം കഴിക്കും. പങ്കാളിക്ക് ഒരു പക്ഷേ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരിക്കത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ മാനേഴ്സും എറ്റിക്വേറ്റ്സും ഒക്കെ നമ്മൾ പാലിക്കാൻ തയ്യാറാണ്. വളരെ ഉറച്ച് സംസാരിക്കുന്ന ഇത് പങ്കാളിക്ക് ചിലപ്പോൾ തീരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. അപ്പോൾ അവിടെ നമ്മുടെ വോയിസൊക്കെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയാൽ അത് പങ്കാളിയും കൂടെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്. കോംപ്രമൈസിങ് അല്ല ഇവിടെ ആവശ്യം, ഒരു അക്കോമഡേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വ്യക്തിപരം എൻ്റെ പിന്നെ മ്യൂസിക് എന്ന് പറയുന്ന വേറൊരാൾക്ക് ചിലപ്പോൾ അതൊരു നോയ്സ് ആയിരിക്കും. വൺ മാൻസ് മ്യൂസിക് ഈസ് അനദർ മാൻസ് നോയ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമുള്ളതെല്ലാം എല്ലാവരും ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്നുള്ളത് ഒരു വളരെ വൈകല്യം പിടിച്ചൊരവസ്ഥയാണ്. ചില വീടുകളിലൊക്കെ ഭർത്താവിന് ചിലപ്പോൾ ചില ഭക്ഷണങ്ങളൊന്നും താല്പര്യമുള്ളതായിരിക്കത്തില്ല, നമ്മളത് തീറ്റിച്ചേ അടങ്ങും എന്നുള്ള വാശി ചിലപ്പോഴൊക്കെ കാണിക്കാറുണ്ട്. അതൊക്കെ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും കൂടുതൽ പരസ്പരം ഇഷ്ടപ്പെടുത്താനും ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്നെ മറ്റുള്ളവർ സ്നേഹിക്കാൻ, ഞാൻ കൂടുതൽ അട്രാക്റ്റീവായിരിക്കാൻ ഞാൻ തന്നെ ഒരു 5 കാരണങ്ങൾ കണ്ടെത്തുകയും സൃഷ്ടിക്കുകയും ചെയ്താൽ നമുക്ക് ആ ഒരു അട്രാക്റ്റീവ്നെസ്, ആ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ മറ്റുള്ളവരിൽ നിലനിർത്താനായിട്ട്. അപ്പോൾ നമ്മൾ അത് നമ്മുടെ പങ്കാളിയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് എൻ്റെ കയ്യിലുണ്ടോ, അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ, ആ പരിശ്രമം തന്നെ വലിയൊരു കാര്യമാണ്. അല്ലാതെ ഇത് ഏതാണ്ടൊരു കളഞ്ഞ മട്ടിൽ, അല്ല ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ലെന്നുള്ളൊരു മട്ടിൽ വളരെ മുഷിഞ്ഞ ഒരു കുടുംബജീവിതം നയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പരിണിത ഫലം കുട്ടികളാണ് അനുഭവിക്കുന്നത്. കാരണം അങ്ങനെയുള്ളൊരു വീട്ടിൽ ജീവിക്കാൻ കുട്ടികൾക്ക് യാതൊരു താല്പര്യവും കാണില്ല. മാതാവും പിതാവും തമ്മിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും തമ്മിലൊരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ബന്ധമില്ലാത്ത വീടുകളിൽ കുട്ടികൾ വളരെ ഇൻസെക്യൂർഡായി, അവർ വഴിതെറ്റിപ്പോകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അവർ വളരെ അൺഹാപ്പി ആയിരിക്കും. അവർ വീണു പോകാനും കുറഞ്ഞു പോകാനും ഒക്കെയുള്ള സാധ്യതകൾ. കുറേ പണമുള്ളത് കൊണ്ടൊന്നും നമുക്കിതൊന്നും സോൾവ് ചെയ്യാം. പല വീടുകളിലും ഒത്തിരി പണമുണ്ട്, വലിയ സാലറിയൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു സ്ത്രീ അടുത്തിടെ പറഞ്ഞ പോലെ കുറേ പൈസ കൊണ്ട് തരും സാർ, അതുകൊണ്ട് വല്ലതും മനുഷ്യന് ജീവിതമാണെന്ന് തോന്നുമോ? അവിടെയാണ് പ്രശ്നം. ചിലടത്ത് പണമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും, പക്ഷേ പണമുള്ളതും പണമില്ലാത്തതും ഒന്നും അല്ല പ്രശ്നം. പരസ്പരം സ്നേഹിക്കാനും കരുതാനും ചേർത്ത് പിടിക്കാനും ഒരു മനസ്സുണ്ടോ, അല്ലെ അതിനുവേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടോ, അത് നിലനിൽക്കുന്നിടത്തോളം കുടുംബജീവിതം മനോഹരമാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, നമുക്ക് തടസ്സങ്ങളുണ്ടെങ്കിൽ, നമ്മളെക്കൊണ്ട് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ സത്യസന്ധമായൊരു നിലപാടെന്ന് പറയുന്നത്
മൂന്നാമതൊരാളുടെ ഹെൽപ്പ് എടുക്കുക, ഒരു പ്രൊഫഷണൽ ഹെൽപ്പൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നല്ല സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ടെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെയൊക്കെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല സാമൂഹിക ബന്ധങ്ങൾ, നല്ല ആത്മീയ ബന്ധങ്ങളൊക്കെ നിങ്ങളെ ഇതിലൊക്കെ ഒരുപാട് സഹായിക്കും. എല്ലാവർക്കും സന്തോഷം നേരുന്നു. പ്രത്യേകിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫാമിലി എൻവയോൺമെൻറ്റിലാണ് കുട്ടികൾ സുരക്ഷിതരായിരിക്കുന്നത്, കുട്ടികൾ പോസിറ്റീവായി വളർന്നു വരുന്നത്, കുട്ടികൾ ജീവിതത്തിൽ സന്തോഷിക്കുന്നത്. ആ നല്ല ജീവിതം കണ്ടു വളരാനുള്ള സാധ്യതകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഹാപ്പി ലിവിങ്. നല്ലതെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.